ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു നാടൻ റെസിപ്പി ആയിട്ടാണ്. ചക്കക്കുരുവും മാങ്ങയും വെച്ചിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പിയാണ്. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കറിയാണിത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണിത് തയ്യാറാക്കാമെന്നൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഈ കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ചക്കക്കുരു തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകിയതിന് ശേഷം രണ്ടായിട്ട് മുറിച്ചിട്ട് ഇതുപോലെ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുക്കറിലാവുമ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിക്കോളും. ഇനി ഇതിലേക്ക് മാങ്ങ അതുപോലെ കഷ്ണങ്ങളാക്കിയത് ഇട്ട് കൊടുക്കാം. മാങ്ങയുടെ പുളി നോക്കിയിട്ട് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് 2 പച്ചമുളക് ഇതുപോലെ ഒന്ന് കീറിയതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു 1.5 ടീസ്പൂണ് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂണ് വലിയ ജീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. കഷ്ണങ്ങളുടെ ഒപ്പം നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി, ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട. ഇനി കുക്കർ അടച്ച് വെച്ചിട്ട് ഫ്ലെയിം ഓണാക്കി ഒരു 2 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഇപ്പോൾ 2 വിസിൽ കഴിഞ്ഞ് പിന്നെ ഞാൻ കുക്കറിലെ ഫുൾ പ്രഷറും പോയതിന് ശേഷമാണ് തുറന്ന് നോക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ ചക്കക്കുരു മാങ്ങയൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലുള്ള മാങ്ങാ കഷ്ണങ്ങൾ നമുക്ക് ഇതുപോലെ ഒന്ന് പതുക്കെ ഉടച്ചു കൊടുക്കാം. ആ ചക്കക്കുരുവിൻ്റെ പീസ് ഉടഞ്ഞു പോകാത്ത രീതിയിൽ മാങ്ങാ കഷ്ണങ്ങൾ മാത്രം ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി. അപ്പോൾ കറിക്ക് നല്ലൊരു കട്ടിയും കിട്ടും, പിന്നെ നല്ല പുളിയും കിട്ടും. പിന്നെ നല്ല പൊടിയുള്ള ചക്കക്കുരു ആണെങ്കിൽ ഇത് തണുത്ത് കഴിഞ്ഞാൽ തന്നെ കറി നല്ല ടൈറ്റായിട്ടിരിക്കും. ഉപ്പ് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇനി കറി ഒന്ന് വറവിടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കണം. ഇപ്പോൾ കടുകൊക്കെ പൊട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉണക്കമുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുത്ത് നമുക്ക് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചക്കക്കുരു മാങ്ങക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ ചക്കയും മാങ്ങയൊക്കെ ഉള്ള കാലമാണ്. അപ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ ചക്കയും മാങ്ങയൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെ ചക്കക്കുരുവൊക്കെ വെച്ചിട്ട് നല്ല കറിയൊക്കെ തയ്യാറാക്കി നോക്കുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്